Good morning, Good morning, sir. Yes. Good Good morning. morning, sir. Sia, good morning. Taragiri, good morning. Good morning, sir. Yes, Reshma, good morning. സിയാനെ കണ്ടിട്ട് കുറച്ച് നാളായ പോലെ തോന്നുന്നു. അത് ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിന് അപ്പൊ ഇടയിലെ പുറത്തേക്ക് ക്ലാസ് yes. കിട്ടിയില്ല. Very good, very good. കാരണം നമുക്ക് സ്ഥിരം വരുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, അത് കാണാണ്ടാവുമ്പോ അന്വേഷിക്കൂലേ? യെസ്. ഓക്കെ, ആരാണ് പ്രയർ? Sir, ഞാൻ പറയാം. ഓക്കെ ജോസ്മി, കണ്ടി. Heavenly Father, thank you for the gift of this morning. Fill my heart with your love and guide me throughout this day. Amen. യെസ്, ഗൈഡ് അസ് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. Then signing on. Thought of the day. ആരില്ലെങ്കിൽ ഞാൻ പറയാം സൈൻ ഇൻ. Yes, okay, Mumtaz. അതാണ് വേണ്ടത്. Good morning, everyone. It's my great pleasure. Welcome, Job sir, and you all today class. I hope this section very interesting and helpful for everyone. Let's listen carefully, learn new ideas, and support other one. Yes, Thank you. very good, very good. ഇപ്പൊ ഇത് ആലോചിച്ച് വെച്ചല്ലേ മുംതാസ്? നന്നായിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ ഇരിക്കണം. യെസ്, ഓക്കെ. ഇനി തോട്ട് ഔട്ട് ഞാൻ പറയാം. ഓക്കെ രേവതി. Life has no remote control. Get up and change it by yourself. യെസ്, ഓക്കെ, ഓക്കെ, ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. അപ്പോ നാളെ ടീച്ചർ ക്ലാസ്, ഇന്നത്തെ ടീച്ചറുടെ ക്ലാസ് നാളെ ടീച്ചർ എടുക്കുന്നതാണ് കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് നമ്മൾ നിർത്തിയിരുന്നത് പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അങ്ങോട്ട് നമുക്ക് പോകാം. ഒരു മിനിറ്റ്. ജോസ്മി, Yes, sir. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. വീട്ടില് അപ്പച്ചൻ, അമ്മ, ചേച്ചിയുടെ മോള്, അനിയൻ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവര് ഇന്നലെയാണ് പോയത്. ചേച്ചിയുടെ മോള് ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പൊ ഒരു കല്യാണത്തിലുള്ള ആളുണ്ടായിരുന്നു ഇത്രയും ദിവസം അല്ലെ? അതെ, ആൾക്കാരുണ്ടായിരുന്നു. ഒച്ചപ്പാടും ബഹളവും രസകരമായിരുന്നു അല്ലെ? രസകരമായിരുന്നു. യെസ്. ഇന്ന് രാവിലെ പോയി കഴിഞ്ഞിട്ട് ഇന്ന് മുതലൊരു കുറച്ച് ദിവസത്തേക്ക് ഒരു വിരസത വരും. അതെ, ചേച്ചിയുടെ മോളുണ്ട് ഇവിടെ. ചേച്ചിയുടെ മകള് ഇവിടെ ഉണ്ട്. യെസ്. അപ്പൊ പിന്നെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്, ചെറിയൊരു ആശ്വാസം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ചേച്ചിയുടെ മകൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇപ്പോ 5ാം ക്ലാസ്സിലേക്ക്, 5th. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോ ജോസ്മിയുടെ പല ജീവിതങ്ങൾ ഇങ്ങനെ കാണും. ജോസ്മിയുടെ സുഹൃത്തുക്കള് 5ാം ക്ലാസ്സിലെ ചേച്ചിയുടെ മകളെ എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. എന്താണ് മകളുടെ പേരെന്താണ്? ഇവാനിയ. യെസ്, എല്ലാം ബിബ്ലിക്കൽ നെയിമാണല്ലോ. യെസ്, ഇവാനിയ. ഓക്കെ, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഇനി ക്ലാസ്സിലേക്ക് ചേർത്തിട്ടുണ്ട്. യെസ്, അല്ലെ? സ്കൂളിന്റെ പേരെന്താണ്? സേക്രഡ്സ് തൃശ്ശൂർ. യെസ്, എവിടെയാണ്? തൃശ്ശൂര്. യെസ്, വെരി ഗുഡ്. ചാലക്കുടിയിലാണോ? അല്ല, തൃശ്ശൂര് ടൗണിലാണ്. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, എന്താ വിളിക്കുന്നത്? ആന്റി എന്നാണ് വിളിക്കുന്നത്. മേമം ഇയാൾക്ക് പഠിക്കുന്നുണ്ടോ അവിടെ? എന്താ? ഓക്കെ, എന്നാ മതി. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്.
അപ്പൊ അങ്ങനെ ജോസ്മിയുടെ ജീവിതത്തിലേക്ക് നോക്കി കഴിയുമ്പോൾ ഒരു റോൾ മോഡലായ ഒരാളെ കണ്ടിട്ടുണ്ടാവില്ല. ചിലപ്പോ കുടുംബത്തിൽ നിന്ന് തന്നെ ഇരിക്കാം, സ്വന്തക്കാരുടെ ഇടയിൽ നിന്നായിരിക്കാം, ഇപ്പോ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ആളുകൾ, വ്യക്തികളൊക്കെ. അങ്ങനെ ഒരു റോൾ മോഡലായ ഒരാള് ജീവിതത്തിൽ എപ്പോഴെങ്കിലും കണ്ടത്? നമുക്ക് ഭാവിയിൽ ആകണമെന്ന് തോന്നിയതാണോ സാർ ഉദ്ദേശിക്കുന്നത്? വലിയ വലിയ ആളുകളിലേക്ക് പോകണ്ട, മാർട്ടിൻ ലൂതർ കിങ്ങോ അയ്യോ സാർ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എനിക്ക് 9th പഠിക്കുമ്പോ കാറ്റീസ് എടുത്തിരുന്ന സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്ററിന് ആള് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ആ സിസ്റ്റർ ഇങ്ങനെ എന്താ പറയാ രോഗികളെ നോക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ മദർ തെരേസനെ കുറിച്ച് ആ ടൈമിൽ പഠിക്കാൻ. അപ്പൊ ആ സിസ്റ്റർ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് അതുപോലെ പോകണം എന്നായിരുന്നു. അങ്ങനെ ഒരു ചെറിയൊരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. അത് നമുക്ക് എന്ത് പറയാം, അംബീഷൻ എന്ന് പറയാം. ആഗ്രഹം, അംബീഷൻ. ആ അംബീഷൻ എന്നുള്ളത് നമുക്ക് മാറ്റുന്നത്. ചിലപ്പോ ജോസ്മിയുടെ വീടിന്റെ അടുത്ത് ഒരാളുണ്ടായിരുന്നു. ഞാൻ എക്സാമ്പിൾ പറയുന്നു. അയാള് വളരെ ദാരിദ്ര്യത്തിൽ ജീവിച്ചത് മനുഷ്യനാണ്, ബുദ്ധിമുട്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ മക്കളെ പഠിപ്പിച്ചു. മക്കള് അങ്ങനെ പ്രശസ്തരായി, സാമ്പത്തികമായിട്ട് ഉന്നമനത്തിലേക്ക് വന്നു. അപ്പൊ രണ്ടും ജോസ്മി കണ്ടതാണ്. അദ്ദേഹത്തിന്റെ തകർച്ചയും കണ്ടിട്ടുണ്ട്, ഉയർച്ചയും കണ്ടിട്ടുണ്ട്. അപ്പൊ ജോസ്മിക്ക് ഒരു പക്ഷെ അദ്ദേഹത്തോട് അങ്ങനെ ഇരിക്കണം, ഒരു റോൾ മോഡൽ ജീവിതത്തിൽ അങ്ങനെ നോക്കിയിട്ടാണ് നമുക്ക് പരിചയമുള്ള ആളുകൾ. മറ്റത് ജോസ്മി പറഞ്ഞ കറക്റ്റാണ്, അത് നമ്മുടെ ആഗ്രഹമാണ്. യെസ്, ഒരു റോൾ മോഡലായിട്ട് നമ്മൾക്ക് അനുഭവമുള്ള, കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി. അങ്ങനെ നോക്ക്, ജോസ്മിയുടെ ജീവിതത്തിൽ ഞാൻ എല്ലാവരോടും കൂടിയാണ് പറയുന്നത്, നിങ്ങൾ നോക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഒരു റോൾ മോഡൽ ആരാണ്. യെസ്, നിങ്ങൾക്ക് അനുഭവം വന്നിട്ടുള്ള, നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അല്ലാണ്ട് പുസ്തകങ്ങൾ വായിച്ചതൊന്നുമല്ല, നിങ്ങളുടെ ചുറ്റുപാട്, നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിൽ, നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള റോൾ മോഡൽ. ആ റോൾ മോഡലായിട്ടുള്ള ആൾക്ക് ഒരു തകർച്ചയും സംഭവിച്ചിട്ടില്ല എന്നുള്ളതല്ല. പക്ഷെ അയാൾ, നമ്മൾ ചില ആൾക്കാർ ചിലപ്പോൾ നമുക്ക് ഒരു പരിചയം ഉണ്ടാവില്ല, എങ്കിൽ നമുക്ക് അയാൾ നല്ല വ്യക്തിയാണ്, അയാളുടെ ജീവിതം കറക്റ്റാണ്. കാരണം പുള്ളി അതിന്റെ ആ പ്രതിസന്ധിയിൽ തളർന്നു പോയില്ല. ഈസ് എ റോൾ മോഡൽ. അങ്ങനെ ആയിരിക്കണം. അങ്ങനെ നമുക്ക് തോന്നിയിട്ടുള്ള ആളുണ്ടാവും റോൾ മോഡൽ. യെസ്, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഓരോരുത്തരും ആ ഒരു റോൾ മോഡലിനെ നോക്കി വെക്കും. ആരാണ് ആ റോൾ മോഡൽ? ആ പേര് എഴുതി വെക്കും. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് നമ്മൾ അയാളെ അല്ലെങ്കിൽ അവളെ റോൾ മോഡൽ എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് പറയാം, വൺ ഓഫ് മൈ ആന്റി, എൻ്റെ ഒരു ആന്റി ഉണ്ട്, അത് അവരെൻ്റെ ഒരു റോൾ മോഡലാണ്. കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ ആന്റിയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. ഒരു ചെറിയ കുട്ടിയായിരുന്നു. ആ കുട്ടിയുമായിട്ട് ആന്റി പിടിച്ചു നിന്നു. യെസ്, പ്രതിസന്ധികൾ അവരങ്ങനെ ഡെവലപ്പ്, ഒരു ബുദ്ധിമുട്ടായാലും കഷ്ടപ്പെട്ട ആ കുട്ടിയെ ഒരു വളർത്തി ഒരു ലെവലിൽ അങ്ങനെ നമുക്കൊരു റോൾ മോഡൽ ആക്കാവുന്ന, മനസ്സുകൊണ്ട് നമുക്കൊരു ആരാധന തോന്നുന്ന ചില വ്യക്തികളുണ്ടാവും. ചിലപ്പോ ഈ വ്യക്തികളെ നമ്മൾ ചിലപ്പോൾ അകന്നു നിന്ന് കാണുന്നേ ഉണ്ടാവുള്ളൂ, നമുക്കൊരു പരിചയം ഉണ്ടാവില്ല. എങ്കിലും ചില ആളുകളെ നമ്മൾ പഠിക്കാറില്ലേ. യെസ്, അതുപോലെ ആവണം, അല്ലെങ്കിൽ അങ്ങനെ ആവണം, നമ്മളെ ഒബ്സർവ് ചെയ്യാറില്ലേ. അങ്ങനെ നിങ്ങളുടെ മനസ്സിലോട്ട് വന്നിട്ടുള്ള ഒരു റോൾ മോഡൽ ആരാണ്? യെസ്, ജോസ്മി പറയൂ, അങ്ങനെ വന്നിട്ടുള്ളത് ആരാണ്? സാർ അങ്ങനെയുള്ളത് എന്റെ ഫ്രണ്ടിന്റെ അമ്മ. എന്റെ ഫ്രണ്ടിന്റെ അമ്മ. എന്തുകൊണ്ടാണ് ആ ഫ്രണ്ടിന്റെ അമ്മയെ ഒരു റോൾ മോഡൽ എന്ന് ജോസ്മിക്ക് ഫീൽ ചെയ്യാൻ കാരണം? അനുവിന്റെ അമ്മയ്ക്ക് എന്താ കല്യാണം കഴിഞ്ഞ് വന്ന ടൈമില് അവിടെ കുറച്ച് നല്ല പോലെ ബുദ്ധിമുട്ടുണ്ടായി. അവിടെ നന്നായി കുടിക്കും, ഭയങ്കര വഴക്ക്, അടി, അങ്ങനെ കാര്യങ്ങളാണ്. അവിടുത്തെ അമ്മാമ്മയാണെങ്കിലും ഭയങ്കര എന്താ പറയാ നന്നായി വേദനിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ്. അവളുടെ അമ്മയ്ക്ക് അത്രയും കഷ്ടപ്പാടായിരുന്നു. അപ്പൊ ഇവരുടെ ചെറുതിലെ എന്താ പറയാ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഇറക്കിയൊക്കെ വിടും. അങ്ങനെ ആ ടൈമിൽ ഇവളുടെ അമ്മ ഇവരെ രണ്ടുപേരെയും എടുത്തോണ്ട് മരിക്കാനായിട്ട് കിണറിന്റെ അവിടെ വന്ന് നിന്നു എന്നാണ് പറഞ്ഞത്. ആ ടൈമിൽ ഇവളുടെ അനിയൻ കഴിഞ്ഞപ്പോ ഇവള് അമ്മയോട് ചോദിച്ചു, എന്തിനാ നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നേ, ഉണ്ണിക്കരയല്ലേ എന്നൊക്കെ പറഞ്ഞു. ആ ടൈമിൽ അവളുടെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമം തോന്നി. സ്വന്തം മക്കളെ ഇങ്ങനെ എടുത്ത് ആരും ഇങ്ങനെ അത്രയും ഒരു സങ്കടം കൊണ്ടാണ് അവളുടെ അമ്മ അങ്ങനെ ചെയ്തത്. എവിടെയും ഒന്നും രക്ഷപ്പെടാൻ ഒരു വഴിയില്ല എന്ന് അവളുടെ അമ്മ കണ്ടത് കൊണ്ട് അങ്ങനെ നിന്നു. പക്ഷെ അവളുടെ അമ്മ ആ ഒരു ഒറ്റ വാക്കുകൊണ്ട് അവളുടെ അനിയനെയും പിടിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു. അവളുടെ അമ്മ ഇപ്പൊ ഒരു അംഗനവാടി ടീച്ചറാണ് വർക്ക് ചെയ്യുന്നത്.
അവിടെ അവളുടെ അനിയനെ അത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു. അനു ബാങ്കില് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ജോലി നിർത്തി. അനിയൻ ജോലി ഉണ്ട്. അനിയൻ ഇപ്പൊ സ്വന്തമായിട്ട് അവർക്ക് വീട് വെച്ചു ഹാപ്പി ആയിട്ട് കഴിയുന്നു. യെസ്, വെരി ഗുഡ്. അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നി. അവളുടെ അമ്മയുടെ ഒരു ത്യാഗമാണല്ലോ ഈ രണ്ടു മക്കളെയും പിന്നെ നല്ല രീതിയിൽ പഠിപ്പിച്ച് വളർത്തി ഇങ്ങനെ അവരിപ്പോ ഒരു ഹാപ്പി ആയിട്ട്. ഞാൻ പോയിട്ടുണ്ടായിരുന്നു പുതിയ വീട്ടിലേക്ക്. അപ്പൊ അവളുടെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷായി. യെസ്, ഓക്കെ, കറക്റ്റ്. ഞാൻ ഉദ്ദേശിച്ചതിന് ജോസ്മി പറഞ്ഞു തരാം. വെരി ഗുഡ്. ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലോട്ട് വന്നിട്ടുള്ള ഒരു റോൾ മോഡൽ, അതാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ വലിയ പ്രഗത്ഭരും നമുക്ക് പോകണ്ട, മഹാത്മാഗാന്ധിയോ മദർ തെരേസയോ അങ്ങനെ പോകണ്ട. നമ്മുടെ ജീവിതത്തിൽ ചുറ്റുപാടിന്റെ ഉള്ളില് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള റോൾ മോഡൽ. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് ജോസ്മി, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. രേഷ്മ അയ്യ, രേഷ്മ കുറച്ച് കഴിയുമ്പോൾ വരുമെന്ന് നമുക്ക് വിചാരിക്കാം. രേവതി ജയൻ ഫ്രീ ആണോ? രേഷ്മ വന്നിട്ടുണ്ട്. രേഷ്മ, ഹു ഈസ് യുവർ റോൾ മോഡൽ ഇൻ യുവർ ലൈഫ്? ഇപ്പൊ ജോസ്മി പറഞ്ഞതുപോലെ രേഷ്മയുടെ ജീവിതത്തിൽ തോന്നിയിട്ടുള്ള ആ റോൾ മോഡലാണ്. ചേട്ടൻ, അമ്മയുടെ ചേട്ടൻ. ഓക്കെ ഓക്കെ ഓക്കെ, അങ്കിൾ. ചെറുപ്പത്തിലെ തന്നെ അമ്മയുടെ അച്ഛൻ മരിച്ചപ്പോഴേക്കും മാമ പഠിക്കാനൊന്നും പോയിട്ടില്ല. 3ാം ക്ലാസ് വരെയൊക്കെ പോയുള്ളൂ. അന്ന് മുതൽ കടലിൽ വലയൊക്കെ ഇട്ട് അങ്ങനെയാണ് അമ്മേനെയും. ഒരു 10 മക്കളാണ്, മാമനൊക്കെ 10 മക്കളാണ്. ഏറ്റവും വലുതാണ് എന്റെ അമ്മ. എന്റെ അമ്മനെ ഡിഗ്രി സെക്കൻഡ് ഇയർ അത്രയും ഡിഗ്രി ആയപ്പോഴേക്കും പിന്നെ അപ്പ മരിച്ച്. പിന്നെ അമ്മയ്ക്ക് പോകാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ അച്ഛനാണെങ്കിൽ ഭയങ്കര കുടിയനാണ്. കുടിച്ച് എപ്പോഴാ തല്ലുപിടുത്തോ ഒച്ചപ്പാടൊക്കെ ആയിട്ട് അമ്മനെ ഇറക്കി വിട്ട്. എന്നിട്ട് മാമൻ വന്ന് കുറച്ച് നാള് അമ്മനെ അവിടെ നിർത്തി. പിന്നെ അതേപോലെ അമ്മയ്ക്ക് യൂട്രസ് ഒക്കെ എടുക്കുന്ന അവസ്ഥ റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞപ്പോഴേക്കും മാമൻ ഉണ്ട് അവിടെ കൊണ്ട് എന്നെയും എന്റെ അനിയത്തിനെ, ഞങ്ങൾ 2 പെൺമക്കളാണ്, ഞങ്ങൾ 2 പേരെയും അമ്മനെയും കുറച്ചുനാൾ അവിടെ നിർത്തി നോക്കി. പിന്നെ മാമന്റെ പറ്റാതായപ്പോഴേക്കുമാണ് മാമൻ ഞങ്ങൾ ഇങ്ങോട്ട് അച്ഛൻ്റെ വീട്ടിലോട്ട് വിട്ടത്. ഇപ്പോഴായാലും അമ്മയ്ക്ക് മെന്റലായിട്ട് ഇത്തിരി പ്രശ്നമൊക്കെ വന്നപ്പോഴും ഈ കല്യാണം എല്ലാം നടന്നിട്ട് മാമനാണ്. അപ്പൊ എനിക്ക് മാമന്റെ ആ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, ഓക്കെ രേഷ്മ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഞങ്ങൾക്ക് മനസ്സിലാവും. യെസ്, ഓക്കെ 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 ഓക്കെ. യുവർ അങ്കിൾ, ദാറ്റ് ഈസ് യുവർ റോൾ മോഡൽ. യെസ്, ഓക്കെ, വെരി ഗുഡ് വെരി. നമ്മൾ അത് മതി. യെസ്, ഓക്കെ ഓക്കെ. മനസ്സുകൊണ്ട് നമ്മൾ സല്യൂട്ട് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ടാവില്ല. മനസ്സുകൊണ്ട് നമ്മൾ റെസ്പെക്ട് ചെയ്ത റെസ്പെക്ട് നമുക്ക് തോന്നുന്ന കുറച്ച് പേരുണ്ടാവില്ല. യെസ്, ആ ആളെ നമ്മൾ ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ജോസ്മി ആയാലും രേഷ്മ ആയാലും ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, രേവതി ജി, who is your role model in your life? So my friend is my role model because anything happen towards him or his loved ones, he has a solution for that problem, and also he has a smiling and calming face. He always keep others happy. Yes. Okay, okay. As far as Revati is concerned, Revati's friend is the role model to Revati. Okay, Revati, very good, very good, very good. Aishwarya Selvan, who is your role model in your life? Aishwarya, sound വന്നിട്ടില്ല കേട്ടോ. ഐശ്വര്യ അവിടെ, ഐശ്വര്യ സെൽവൻ, ഞാൻ പറയുന്നത് കേൾക്കാമോ? ഐശ്വര്യ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല? യെസ്, അപ്പൊ ഐശ്വര്യക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ എന്ന് തോന്നുന്നു. നമുക്ക് ഐശ്വര്യയിലോട്ട് കുറച്ച് കഴിയുമ്പോ. ഓക്കെ ഐശ്വര്യ, അറിയോ? ഓക്കെ ഐശ്വര്യ, അൺമ്യൂട്ട്. ഇപ്പൊ ഓക്കെ, ഇപ്പൊ ഓക്കെ, ഇപ്പൊ ഓക്കെ. കണ്ടിന്യൂ. Sir, my mother is my role model. മൈ മദർ ഈസ് മൈ, ഞാൻ ഇത് മനസ്സിൽ വിചാരിച്ചൊരു കാര്യം ഉണ്ടായിട്ട് ലാസ്റ്റ് ഞാൻ പറയാം. ഓക്കെ, മൈ മദർ ഈസ് മൈ റോൾ മോഡൽ. ഓക്കെ ഓക്കെ. So she kept some moral values. Then she also taught me that how to go through the people and behave them. She taught me
if someone is teasing you, don't mind. Just pray to God that don't want to repeat. But അടുത്ത തർക്കുത്തരം പറഞ്ഞ് ഇത് നിൽക്കണ്ട. Just pray to the God that I feel guilty. Only you want to say that. Then the God will give you the result. And all, not only that, she gave me so much of good lessons. Yes. Then പറഞ്ഞോളൂ ഐശ്വര്യ. ഐശ്വര്യ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് അമ്മയെ കുറിച്ച് പറയാൻ. പറഞ്ഞോളൂ, ഇതാണ് അവസരം. Then she always teaches me to speak the truth and help others. Yes. Then I admire her patience and discipline. Yes. And then what? Then she taught me, if someone is standing in front of you, might be your enemy. Yes. Maybe you don't like them at all. Yes. But never show that attitude toward them when they need some need. Oh yes, very good. Very good. Forget everything everything and what they did to you. Yes. Okay. Just serve them. Yes. Okay. Then you can see the result from the God. When you are in a in a bad situation, there will be someone act like a God, and there will be a person to treat you also. Yes. Okay. Okay. Very good. Very good. Oh, very good lesson, Anna. Aishwarya, continue. So now in my personal life, I am going through some issues. Yes. Then I'm just told I lost her, but all her words are in my mind and Yes. ears also. So I follow that lesson from, and I'm going like that. Yes. And you are trying to be like your mother. Okay. Yes, sir. Yes. Actually, you are following your mother. Definitely. Yes. Definitely. Very good. Very good. Very good. Very good. Yes. അപ്പോൾ ഐശ്വര്യ പറഞ്ഞത് കറക്റ്റ് ആണ്. ഐശ്വര്യ ഇന്ന് എന്തായിരിക്കുന്നുവോ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഐശ്വര്യയുടെ അമ്മയാണ്. For me, she's not only a mother. She was my best friend and everything. Yes. Okay. Okay. Very good. Very good. Very good. Very good. Yes. ഞാൻ വേറെ കാര്യം ഒന്ന് എടുത്ത് ചോദിക്കട്ടെ. ഐശ്വര്യയുടെ കുട്ടികളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണോ? Yeah, I have only one son. Whenever I am asking who is your best friend to my son, he said he's calling me Achoma. Yes. So he was always telling that എന്റെ ബെസ്റ്റ് ഫ്രണ്ട് Achoma. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരെന്ന് വെച്ചാൽ ധ്രുവദേവ് എന്ന് പറയും. Yes. Okay. Very good. Very good. Yes. അതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? അമ്മ. Yes. Very good. Very good. Very good. Okay. 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 Aishwarya, very good. Very good. Yes. അമ്മയുടെയും ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? യെസ്. ഓക്കെ. വെരി ഗുഡ്. വെരി ഗുഡ്. ബെസ്റ്റ് ഫ്രണ്ട്. ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? അച്ഛമ്മ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ. വെരി ഗുഡ്. വെരി ഗുഡ്. യെസ്. വെരി ഗുഡ്. Thank you. ഓക്കെ. വെൽക്കം. യെസ്. ഓക്കെ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന അലീസ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു റോൾ മോഡൽ ആരാണെന്നാണ്. അത് വലിയ വലിയ ആളുകളൊന്നും ഞങ്ങൾ എടുത്തില്ല. ഇവിടെ ജോസ്മി പറഞ്ഞു ജോസ്മിയുടെ ഫ്രണ്ടിന്റെ അമ്മയാണ്. ഇതിന്റെ അമ്മയാണെന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു രേവതിയുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. രേഷ്മ പറഞ്ഞു രേഷ്മയുടെ അമ്മയുടെ സഹോദരനാണ് ഏറ്റവും റോൾ മോഡൽ ആയിട്ടെന്നുള്ളത് പറഞ്ഞു. ഐശ്വര്യ പറയുന്നു മൈ റോൾ മോഡൽ ഈസ് മൈ മദർ. എൻ്റെ അമ്മയാണ് ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് നമുക്ക് നേരിട്ട് അനുഭവം വന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യെസ്. നമ്മുടെ ചുറ്റുപാടാവാം, ഫ്രണ്ട് സർക്കിളിലാവാം,
റിലേറ്റീവ്സിലാവാം, നൈബേഴ്സിലാവാം. ഓക്കെ, താരാഗിരി, ഹു ഈസ് യുവർ റോൾ മോഡൽ ദാറ്റ് യു ഹാവ് സീൻ ഇൻ യുവർ ലൈഫ്? ഇതുവരെയുള്ള താരാഗിരിയുടെ പ്രായത്തിന്റെ ഒരു റെസ്പെക്ട് തോന്നിയ ഒരു എന്റെ അമ്മ തന്നെയാണ് സാർ. ഏതാണ്? എന്റെ അമ്മ തന്നെയാണ്. യെസ്, യെസ്. വൈ ഡിഡ് യു കൺസിഡർ യുവർ മദർ ആസ് ദ റോൾ മോഡൽ? സാർ എന്റെ അമ്മയും അച്ഛനും അവരുടെ വിവാഹശേഷമുള്ള കാര്യ, അപ്പൊ അച്ഛനും അമ്മയും തമ്മിലുള്ള ആ ഒരു സ്നേഹം നമ്മൾ കൊച്ചുനാൾ മുതലേ കണ്ടുവരുന്നതല്ലേ. അത് പക്ഷേങ്കിൽ എന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം എനിക്ക് അത് എന്റെ ഹസ്ബൻഡിനോട് അത് ആ രീതിയിൽ തന്നെ പോകാനുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ ആദ്യം ഒരു എതിർപ്പൊക്കെ അമ്മ പറഞ്ഞെങ്കിലും പിന്നീട് നമ്മുടെ ആ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നിന്നു. പക്ഷെങ്കിൽ അതിൽ അന്ന് എതിർപ്പ് പ്രകടിപ്പിച്ചതിൽ അമ്മ ഇപ്പൊ വിഷമിപ്പിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ എന്റെ ജീവിതം നല്ലതാണ്. അതുപോലെ തന്നെ ഒരു കുടുംബത്തില് ഞങ്ങള് കല്യാണത്തിന് മുന്നേ എൻ്റെ അടുത്ത് എന്റെ ചേച്ചിയെടുത്തും പറയുമായിരുന്നു, ഒരു കുടുംബത്തിൽ ചെന്ന് കയറുമ്പോ അച്ഛനെ പോലുള്ള ഭർത്താവിനെ ആയിരിക്കത്തില്ല ചിലപ്പോൾ കിട്ടുന്നത് എന്നുള്ളത് പറയുകയാണ്. പക്ഷെങ്കിൽ എന്റെ കാര്യത്തില് എനിക്ക് അച്ഛനെ പോലെ തന്നെ സ്നേഹവും കെയറിങ്ങും ഉള്ള ഒരു ഭർത്താവിനെയാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ സഹോദരങ്ങൾ എപ്പോഴും ഒരുമിച്ച് തന്നെ ആയിരിക്കണം, ഒരിക്കലും അടിച്ചു പിരിയരുത് അങ്ങനെയുള്ള മോട്ടിവേഷൻസ് ഒക്കെ തരാറുണ്ട്. പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷവും ഞങ്ങളെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞായിരുന്നു അച്ഛൻ മരിച്ചതിന് ശേഷം. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ വിവാഹം കഴിപ്പിച്ചു. പിന്നെ വീടും വസ്തുവൊക്കെ വിറ്റിട്ടാ അമ്മ ഞങ്ങളെ വിവാഹം ചെയ്ത് അയച്ചതൊക്കെ. അതിപ്പോ ഒരു വീടും ചെറിയൊരു വസ്തുവും എല്ലാം മേടിച്ച് ഞാൻ അതിനകത്തോട്ട് അമ്മ സേഫ് ആക്കിയിട്ടുണ്ട്. അതേപോലെ ഇപ്പോ എന്തെങ്കിലും ഒരു ആപത്ത് വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യലി എന്തെങ്കിലും വന്നാലോ നമ്മൾ മക്കളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ആ ഒരു ഇതില്ല. മക്കളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ഇഷ്ടമല്ല. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസം നിൽക്കാൻ പറഞ്ഞാലും അതും ആൾക്ക് അത്ര പിടുത്തമല്ല. കെട്ടിച്ചുവിട്ട മക്കളുടെ വീട്ടിൽ വന്ന് നിൽക്കത്തില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാ. ഇത് ഞാൻ വേറെ പുറത്തുനിന്ന് ആരെയും റോൾ മോഡൽ ആക്കിയിട്ടില്ല. എന്റെ അമ്മയെ കണ്ട് തന്നെ വളർന്നത്. അമ്മയുടെ സ്വഭാവം തന്നെ മുന്നോട്ട് പോയി. Yes, okay, Taragiri. Taragiri and Aishwarya Selvan considered their mother as their role model. Okay. Mumtaz, what is your opinion? Who is your role model? Okay. My role model is my father. Yes. Why? Yes. Why do you consider your father as a role model? He don't give anyone bad name. He will help us more hand. Yes. He is very honest person. Yes. പിന്നെ സത്യം പറഞ്ഞാൽ എന്താ വെച്ചാ പപ്പ ഭയങ്കര ഇതാ. ഇപ്പൊ ഒരു സുഖമില്ലാത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ സഹായിക്കും. ഇപ്പൊ ഈ റോഡിലൂടെ ഒക്കെ കണ്ടു കാണാത്ത പിന്നെ ഇങ്ങനെ കാലിനും കയ്യിനൊക്കെ വയ്യാത്ത ആൾക്കാരൊക്കെ പോകുമ്പോ പപ്പ അവർക്ക് ചായ മേടിച്ചു കൊടുക്കും. കുഞ്ഞത് മുതലേ കാണുന്നയാ. അപ്പൊ ലോട്ടറിയൊന്നും ഒരാളോട് എടുത്ത് കണ്ടിട്ടില്ല. പക്ഷെ ഈ കണ്ണ് കാണാത്തയോ അംഗവൈകല്യൊക്കെ ഉള്ളവർ പോകുമ്പോ കാണുമ്പോ പപ്പ അവരോട് ഒരു ലോട്ടറി എടുക്കും. അപ്പൊ പറയും നമ്മൾ വെറുതെ അവർക്ക് പൈസ കൊടുക്കുന്നേക്കാളും എത്രയോ വലുതാണ് നമ്മൾ അവരെ കയ്യിൽ നിന്ന് ഒരു ഇത് വാങ്ങുന്നേന്ന്. അങ്ങനെ എപ്പോഴും പറയും. പിന്നെ ഈ ഞങ്ങളെ വീടിന്റെ അടുത്ത് ഒരു ചേച്ചി സുഖമില്ലാതൊക്കെ ഇരിക്കുന്നുണ്ടേ. അപ്പം ഏറ്റവും ഒരാവശ്യം നമുക്ക് ബാത്റൂമിൽ പോകുമ്പോ അന്ന് ചേച്ചീന്റെ ഹസ്ബൻഡ് അവിടെ ഇല്ലാത്തപ്പോ ചേച്ചി കരഞ്ഞപ്പോ പപ്പ വേഗം പോയി ഉമ്മച്ചിനെ കൂട്ടിക്കൊണ്ടുവന്ന് പിന്നെ കാര്യമൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ അറപ്പും അതൊന്നുമില്ല. എത്ര ഇതിലാണെങ്കിലും ചെയ്യും. അതൊക്കെ പപ്പളും പറയും. അസുഖത്ത് കെട്ടിയെടുക്കുന്ന ആളെ നമ്മൾ എത്ര ബുദ്ധിമുട്ടിലാണ് നമ്മൾ സഹായിക്കണം എന്ന്. അതുപോലെ അപ്പൊ എവിടെ പോകുമ്പോഴും എന്റെ ഉമ്മച്ചീനെ കൂട്ടും. ഉമ്മച്ചി ഒരു ഇന്റർവേർട്ട് ആയിട്ടുള്ള പേഴ്സൺ. എവിടെ പോകുമ്പോഴും പപ്പ ഉമ്മച്ചീനെ എപ്പോഴും കൂടെ കൊണ്ടുകൊണ്ട് കിടക്കും. അപ്പൊ അതൊക്കെ നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമുക്ക് കിട്ടിയത് കുറച്ചുകൂടി വലിഞ്ഞാളായി പോയി. കുഴപ്പമില്ല. എപ്പോഴും ആയിരിക്കും പപ്പാനെ പോലത്തെ ഒരാള് നമുക്ക് ലൈഫ് പാർട്ട്ണറായി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമുക്ക് എന്താ പറയാ, മുല്ലപ്പൂമ്പടി ഏറ്റു കിടക്കും കല്ലിനും ഉണ്ടാകും ഒരു സൗരഭ്യം എന്നതിന്റെ കവി പറഞ്ഞേക്കണേ. അത് ആണ് നമുക്ക് നമ്മുടെ ട്രാക്കിലോട്ട് കൊണ്ടുവരാം. തെറ്റ് ചെയ്താൽ ഒരിക്കലും പപ്പ സപ്പോർട്ട് ചെയ്യൂല. അതിപ്പോ മക്കളാണെന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ടും ഉണ്ടാവില്ല. തെറ്റ് നമ്മളെ ഭാഗത്താണെങ്കിൽ തെറ്റാന്ന് തന്നെ പറയും. ഒരിക്കലും സപ്പോർട്ട് ചെയ്യൂല. നല്ലത് ചെയ്താൽ നല്ലതാന്ന് പറയും. കുഞ്ഞത് മുതലേ അത് പറയും. അത് മക്കളോടാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. വെരി ഗുഡ്. നമ്മളെപ്പോഴും അങ്ങനെ പറഞ്ഞു. പക്ഷെ അതിനോടൊപ്പം തന്നെ ആ ഒരു സാഹചര്യം കൂടി നോക്കണം. തെറ്റ് ചെയ്യാൻ ഇടപെടുന്ന സിറ്റുവേഷൻ അതനുസരിച്ച് നമുക്കൊന്ന് ഒടിക്കണ്ട, ഒന്ന് വളച്ചാൽ മതി. ചിലപ്പോ നമ്മൾ വിമർശിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നേരെ ആവാൻ വേണ്ടിയിട്ടല്ലേ. നേരെ ആവുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ശരിയാക്കിയിട്ട് നോക്കും. ട്രാക്ക് അപ്പൊ റെഡിയാവും. ഓക്കെ. അപ്പോ സാധാരണ
വലിയ വലിയ തെറ്റൊന്നും ഇതുവരെ ചെയ്യേണ്ടി വന്നിട്ടില്ല, ഇനിയും അങ്ങനെ പോണെന്നാണ്. യെസ്, ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, ഓക്കെ ഓക്കെ. അതായത് സാധാരണ പെൺകുട്ടികൾക്ക് അച്ഛനോട് പ്രത്യേക ഒരു ഇന്റിമസി ഉണ്ടാവും. അത് നിങ്ങൾ ചെറുതായിരുന്നപ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ ആലോചിച്ച് നോക്കിയാൽ അമ്മയോട് പറയില്ല അതൊക്കെ ഞാൻ അച്ഛൻ വഴി നേടിക്കോളാം അല്ലെങ്കിൽ ബാപ്പ വഴി നേടിക്കോളാം എന്നൊരു ചിന്തയുണ്ടാവും. ഓക്കെ ഓക്കെ മുംതാസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സൈബ സാധു. Yes, sir. Yes, who is your role model in your life? My role model is mother. Mother, your mother. Why do you consider your mother as a role model? Father and mother. Yes, my parents are my role model. Okay. Okay. Yeah. Mother, she is caring and hardworking. Mother. Yes. Yeah. She support me. Yes. My mother is first teacher. Yes, okay, that's correct. My first teacher, first guru, and then first engineer, first nurse, first doctor, ellam ammeyanu. Yes. She helps me in my studies every day. Yes. She is an excellent cook. Oh, very good. She works hard for our family. Yes. She makes me feel safe and happy. Yes. അത്രേ ചെയ്തിട്ടുള്ളൂ. ഇഷ്ടപ്പെട്ടു. She makes me feel happy and safe. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ ഓക്കെ. ഷൈബ, അപ്പൊ 3 പേരായി. അമ്മയെ ഇഷ്ടപ്പെടുന്ന, അമ്മയെ റോൾ മോഡൽ ആക്കുന്നത് വന്നത്. അലീമ, പറയൂ, who is your role model in your life? സർ ഒരു 5 minutes ഞാൻ പ്രിപ്പയർ. Get ready. നമുക്ക് അടുത്ത ആളിലേക്ക് വരാം. അലീമ റെഡി ആവുമ്പോൾ പറഞ്ഞാൽ മതി. അലീസ. Yes, sir. Who is your role model in your life? In my life, there is 3 role models. My role. Yes, sir. Models are. Yes, okay. പറയൂ. My role models is my professor. Yes. First one is Father Gasper. And Yes. second one is Noble Sir, and third one is Nina Miss. Yes. In my life, they are the best teachers I have ever seen. Nina Miss is not only a teacher, she is also a good mentor and Yes. support every situations we have faced in our life. She has also an answer. Yes. What we face a problem when എനിക്കത് പെട്ടെന്ന് ഇതൊന്നും പറയാൻ പറ്റില്ല, ഞാൻ മലയാളത്തിൽ പറയാം. Yes, okay. നമുക്ക് മനസ്സിലായി. പറഞ്ഞോളൂ. ഇപ്പൊ നമ്മുടെ ഡെയിലി ഒരു കോളേജ് ലൈഫിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡെയിലി ലൈഫിൽ നമുക്ക് പേഴ്സണലി എന്ത് വിഷയം ഉണ്ടെങ്കിലും നമുക്ക് വേറെ ആരോട് പറഞ്ഞില്ലെങ്കിലും നമുക്ക് നീന മിസ്സിനോട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറിന്റെ അടുത്ത് എപ്പോഴും ഒരു ആൻസർ ഉണ്ട്. നമുക്ക് എപ്പോഴും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആൻസർ മിസ്സിന്റെ അടുത്ത് എപ്പോഴും ഉണ്ടായിരുന്നു, ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു എന്ത് വിഷയമായിട്ട് ചെന്നാലും. അതുപോലെ തന്നെ നോബിൾ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സാറ് ക്ലാസിന്റെ കൂടെ തന്നെ പഠിക്കാനുള്ള കാര്യങ്ങളും ഫ്യൂച്ചറിലോട്ടുള്ള കാര്യങ്ങളിൽ പോലും ഞങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്നതും നിങ്ങൾ ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് വരെ സാറ് അന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്യാസ്പർ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പ്രീസ്റ്റും കൂടിയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല, സാർ ഒരു പ്രീസ്റ്റ് ആണെന്നുള്ളത് ഫീൽ ചെയ്തിട്ടില്ല. അത്രയും കമ്പനി ആയിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത് എൻസൈക്ലോപീഡിയ എന്നാണ്. സാർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ ഒരിക്കലും ഒരു നോട്ടുമായിട്ട് വന്നിട്ടില്ല. സാറ് ജസ്റ്റ് ഒരു ചോക്ക് പീസ് മാത്രമായിട്ട് ക്ലാസ്സിൽ വന്നിട്ടുള്ളത്. സാർ അവിടെ തന്നെ നിന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് നോട്ട് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരും പറയുമായിരുന്നു, നമ്മൾ എന്തെങ്കിലും ഒരു ടീച്ചർ ആവുകയാണെങ്കിൽ ഈ സാറിനെ പോലെ ആയിരിക്കണം. കാരണം നമ്മുടെ അറിവ് വെച്ച് പിള്ളേർക്ക് നോട്ട് പറഞ്ഞു കൊടുക്കണം, സാറിനെ പോലെ ആയിരിക്കണം എന്ന് ഞങ്ങൾ എപ്പോഴും പറയുന്നു. 3 ടീച്ചേഴ്സിനെയാണ് ഞങ്ങൾ എപ്പോഴും മെൻഷൻ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ടീച്ചർ ആവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കുകയാണെങ്കിൽ പോലും ഇവര് 3 പേരെ മുൻനിർത്തിക്കൊണ്ട് വേണം നമ്മൾ പഠിപ്പിക്കാൻ എന്ന് എപ്പോഴും ഞങ്ങൾ പറയുന്നു. നീന മിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഭയങ്കരമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളായിരുന്നു. മിസ് സ്വന്തമായിട്ട് കുറെ ലൈബ്രറി ചെന്ന് നോട്ട്സ്, ഒരു പോർഷൻ ആണെങ്കിൽ ഇന്നൊരു പോർഷൻ എടുക്കുന്നെങ്കിൽ
അതിന്റെ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് കുറെ പേപ്പറിൽ എഴുതിയിട്ട് പിന്നെ അത് ഷോർട്ട് നോട്ട് ആക്കിയിട്ട് മെയിൻ ആയിട്ട് എനിക്കാണ് ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ സൗണ്ട് ഉണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ലൗഡ് സൗണ്ട് ആണ്. അപ്പൊ അതുകൊണ്ട് നോട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മിസ് എപ്പോഴും എന്റെ കയ്യിലാ തരുന്നത്. അപ്പൊ ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതായത് ആ ഒരു വലിയ ഒരു ചിലപ്പോ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ 10 പേജൊക്കെ കാണും ഒരു ചാപ്റ്റർ. ആ ഒരു ചാപ്റ്ററിനെ മിസ് വളരെ രസമായിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു 2 പേജിൽ ഒതുക്കി തരും. അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഞങ്ങൾക്ക് അത്. അപ്പൊ സെയിം ഇതാണ് ഞാൻ എന്റെ കൊച്ചിനെ പഠിപ്പിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ എന്റെ കുഞ്ഞിനെ പഠിപ്പിക്കുമ്പോഴും നീന മിസ്സിന്റെ ഒരു മെത്തേഡ് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. കാരണം ആ കുഞ്ഞിനെ അത് പഠിപ്പിക്കുന്നതിന് മുമ്പ് ഞാനത് ശരിക്കും ആ ഒരു പോർഷൻ പ്രിപ്പയർ ചെയ്തിട്ട് അവൾക്ക് മനസ്സിലാകുന്ന രീതിക്ക് ഒരു ചെറിയ നോട്ട് പ്രിപ്പയർ ചെയ്യും, അത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവര് 3 പേരും ഞാൻ എന്റെ കോളേജ് ലൈഫിൽ എനിക്ക് എന്ത് പറഞ്ഞു തന്നോ, അവരിൽ നിന്ന് ഞാൻ എന്ത് മനസ്സിലാക്കി എടുത്തോ, ആ ഒരു സിസ്റ്റത്തിലാണ് ഞാൻ ഇപ്പോഴത്തെ എന്റെ മദർഹുഡ് ഞാൻ കൊണ്ടുപോകുന്നത്. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞപ്പോ എന്റെ ലാസ്റ്റ് ഇയറിൽ വെച്ചാണ് എന്റെ കല്യാണം കഴിഞ്ഞത്. അപ്പൊ ഞാൻ അന്നേരം എനിക്ക് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു 3 months കഴിഞ്ഞപ്പോ ജാസ്പർ സാറും നീന മിസ്സും കൂടി എന്നെ വിളിച്ചു. അലീസ, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, റീ അഡ്മിഷൻ എടുത്ത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം, ഉറപ്പായിട്ടും വന്ന് ജോയിൻ ചെയ്യണം, അതിന്റെ പേപ്പർ വർക്ക് എല്ലാം ഞങ്ങൾ ചെയ്തു തരാമെന്നും പറഞ്ഞ് അവരുടെ ആ ഒരു ഒറ്റ ഇൻഫർമേഷന്റെ ഇതിലാണ് എനിക്ക് റീ അഡ്മിഷന്റെ പേപ്പർ വർക്ക് എല്ലാം ചെയ്തു തന്നത് എന്റെ നീന മിസ്സാണ്. ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി എനിക്ക് അവരിൽ നിന്ന് തന്നു. അപ്പൊ അവരെനിക്ക് ഒരിക്കലും ഒരു ടീച്ചർ അല്ല, അതിലുപരി എനിക്ക് എന്തോ ആണ് അവര്. അപ്പൊ അത് വാക്കുകൾ കൂടെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്റെ റോൾ മോഡല് അവരാണ് 3 പേരും. എങ്ങനെയായിരിക്കണം ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് അവര് സ്റ്റുഡൻസിനോട് എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ റോൾ മോഡൽ എനിക്ക് അവരാണ്. യെസ്, വെരി ഗുഡ് അലീസ. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അലീസക്ക് ആയിരുന്നു ഏറ്റവും കൂടുതൽ ശബ്ദം എന്ന് പറഞ്ഞപ്പോൾ രേവതി ചിരിക്കണം. കാരണം എന്താണ്, ഇപ്പോഴും ശബ്ദത്തിന് കുറവൊന്നുമില്ല എന്ന് ആ ചിരിയുടെ പിന്നിലെ രഹസ്യം അല്ലെ രേവതി? നോ പ്രോബ്ലം. ഓക്കെ അലീസ, എനിക്ക് മനസ്സിലാവുന്നു. യെസ്, ഓക്കെ. നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ അത് നമുക്കൊരു റോൾ മോഡൽ ആക്കണം. ഇപ്പൊ അലീസ പറഞ്ഞു, പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു സാർ, അദ്ദേഹം ഇവിടെ പ്രീസ്റ്റ് എന്ന് പറയുന്നത്, അദ്ദേഹം പ്രീസ്റ്റിന്റെ മകനായിരുന്നു. എന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്ന പ്രീസ്റ്റിനില്ല, അപ്പൊ അതിൽപ്പെട്ട ഒരു പ്രീസ്റ്റിന്റെ മകനായിരുന്നു. അപ്പോ സാറും ഇതുപോലെയായിരുന്നു. സാറ് നോട്ടൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ടെക്സ്റ്റ് നോട്ടിൽ നോക്കാറുണ്ട്. പിന്നെ ബാക്കി മുഴുവനും സാറ് ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് സാർ ഇങ്ങനെ ക്ലാസ് തരുന്നത്. അത് പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരിക്കൽ പഠിപ്പിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ആയിരിക്കണം. ടെസ്റ്റിൽ നോക്കി പറയാതെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറയും. നോട്ടിന്റെ കേസ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ അലീസ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചത്. യെസ്, അപ്പോ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എവിടെയെങ്കിലും ഒരു റോൾ മോഡൽ നമുക്ക് തോന്നും. യെസ്, വെരി ഗുഡ്. എല്ലാവർക്കും ചില ആളുകൾക്കൊക്കെ എവിടെയെങ്കിലും വേറൊരു സ്ഥലത്ത് കുറവാണെങ്കിൽ എവിടെയും ഒരു സ്ഥലത്ത് ഒരു കൂടുതൽ ദൈവം കൊടുക്കും. ചിലപ്പോ കാഴ്ചശക്തി ഇല്ലാത്ത ആൾക്കാർക്ക് നന്നായിട്ട് പാടാനുള്ള കഴിവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് ചിലതിൽ എക്സ്പെർട്ട് ആയിരുന്നു. ഈ പറഞ്ഞതൊക്കെ കറക്റ്റാണ്. എൻസൈക്ലോപീഡിയ ഞങ്ങൾ പണ്ട് സിവിൽ സർവീസിന് പഠിക്കുന്ന സമയത്ത് അപ്പോഴേക്കൊന്നും കിട്ടിയിട്ടില്ല, അത് സക്സസ് ആയിട്ട് വർഷങ്ങൾക്ക് മുമ്പാണ്. അവിടെ ഒരു സാറുണ്ടായിരുന്നു. 1945 ഓഗസ്റ്റ് 14 ആ 14 നടന്ന സംഭവം മാത്രമാണ് പുള്ളി 1 മണിക്കൂർ കൊണ്ട് ക്ലാസ് എടുക്കുന്നത്. ഓഗസ്റ്റ് 15 സംഭവം പിറ്റേ ദിവസം എടുക്കുള്ളൂ. കാരണം ആ 14 നടന്ന സംഭവം മാത്രം പറയാൻ ഒറ്റ ദിവസത്തെ ഒരു ക്ലാസ്, അത് പറയാൻ തന്നെ പുള്ളി 1 ദിവസം കൊടുക്കും. അത്രയും ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ ഇത്രയും കറക്റ്റ് ആയിട്ട് പറഞ്ഞു ആ ഓഗസ്റ്റ് 14 എന്ത് നടന്നു, അത് മാത്രമാണ് 1 ക്ലാസ് കൊണ്ട് പുള്ളി നിൽക്കുന്നത്. ചിലപ്പോൾ തീർന്നില്ല എന്നൊരു. അപ്പൊ ഈ 14 ബാക്കി കാര്യങ്ങൾ പിറ്റേ ദിവസം ക്ലാസ് നിൽക്കുമ്പോഴായിരിക്കും പറയുന്നത്. എന്നിട്ട് പിന്നെ 15 പറയും. അപ്പോൾ ചില ആളുകൾ അങ്ങനെയാണ്, എൻസൈക്ലോപീഡിയ ഇരിക്കും, സർവ്വവിജ്ഞാനകോശമായിരിക്കും. ഓക്കെ അലീസ, അപ്പൊ അതുപോലെ നല്ല മോഡല് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. യെസ്, ട്രൈ ടു ബിക്കം അവരെ പോലെ ആവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഇത് കേൾക്കുന്നവരും മനസ്സിലേക്കുന്നതൊക്കെ വന്നോട്ടെ ജീവിതത്തിൽ. ഓക്കെ, പ്രിയ ജോയി. Sir, now my role model is actor Manju Warrior. Now, Right?
Now, my Ah, role model is actor Manju Ayur. actor Manju Warrier. Yes. Why do you consider her as your role model? Because she has excellent personality. She also respects herself. Yes. She's a good, beautiful person, Yes. very strengthened and strong woman. Yes. She achieves her goals day by day. Yes. She follow good routine, do exercise daily, traveling, etc. Yes. She say no in every certain situation. Yes. Okay. Very good. Hmm. She is a disciplined woman. I love Yes. her smiling. I Yes. learned to be strong and hardworking from her life Yes. experiences. Yes. So I also love myself. Yes. Okay. 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 So I follow her good disciplined routine. Daily, Yes. I do exercise daily. Yes. Say no in every certain situation. Yes. Uh, I love to respect myself also. Yes. uh, I am like to free in every time. Yes. And also my mind. Yes. So I should follow എന്താ പറയാ strong and strengthen um, um, her herself. Yes. എന്താ പറയാ അതുപോലെ തന്നെ ഞാൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആക്ടർ അല്ലെങ്കിലും നമ്മള് പേഴ്സണലി നമ്മള് അതുപോലെ സ്ട്രോങ് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. Yes. Okay. Okay. നമ്മുടെ ബ്യൂട്ടി ആണെങ്കിലും എങ്ങനെ ഫോളോ ചെയ്തിട്ട് ഇങ്ങനെയല്ല, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം. Yes. സോ അതുപോലെ ഇങ്ങനെ ഫോളോ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. Okay. Very നല്ല good. Very good. പേഴ്സണായിട്ട്. Consider. Okay. Say okay. Okay. No problem. No problem. Okay. 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 Sanida, പോയിക്കോളൂ. യെസ്. അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ചിലപ്പോൾ നമുക്ക് റെസ്പെക്ട് തോന്നുന്ന റോൾ മോഡലായിട്ട് നമ്മൾ പരിഗണിക്കുന്ന ആളുകൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് റോൾ മോഡൽ ആക്കാവുന്ന ഒരു മോഡലായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അത് ചില എടുക്കുന്ന നിലപാടുകളായിരിക്കാം, എടുക്കുന്ന ചില തീരുമാനങ്ങളായിരിക്കാം, ജീവിതത്തിൽ അവർ സ്ട്രഗിളിനെ എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളതായിരിക്കാം. യെസ്. അപ്പൊ അതൊക്കെ അതിജീവിച്ച് കഴിയുമ്പോൾ അവിടെ നമുക്ക് തോന്നും അല്ലെ, ഇതേപോലെ ക്യാമറക്ക് മുന്നിൽ വന്നിട്ട് ബഹളുണ്ടാക്കാൻ ഒച്ചപ്പാടുണ്ടാക്കാനൊന്നും മഞ്ജു വാര്യർ നിന്നിട്ടില്ല. നമുക്കറിയാം അവരുടെ സ്ട്രഗിളൊക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് ചിലപ്പോൾ അവരോട് എന്ത് തോന്നും, റെസ്പെക്ട് തോന്നും. നിശബ്ദമായിട്ട് പല കാര്യങ്ങൾ സഹിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അവരോട് ഒരു റെസ്പെക്ട് ഒക്കെ തോന്നും. ഓക്കെ. പ്രിയ പ്രിയ പറഞ്ഞത് എനിക്ക് മനസ്സിലാവും. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. വെരി ഗുഡ്. വെരി ഗുഡ്. വെരി ഗുഡ്. ഓക്കെ. ഇനി ആരുമില്ലല്ലോ പറയാനായിട്ട്? Sir, ഞാൻ പറയട്ടെ? ഓക്കെ അലീമ പറഞ്ഞോളൂ. My mother is my biggest role model in my life. Yes. She is the person who teaches me the true meaning of patience and hard work. Yes. No matter how difficult life becomes, she always faces every problem with courage and smile. Yes. I admire the way she balances responsibilities and still finds time to care for everyone around Yes. her. Even in my 30s, she is the one who encourages me to study well and never give up on my dreams. Yes. For me, my mother is not just a parent, she's also a guide, teacher, and my best friend. Okay. 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 Alima, continue. I'm really proud and feel lucky to have her. എനിക്ക് പ്ലസ് ടു വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. As my mother, അല്ലേ? Actually, she couldn't fulfill her dream, so she pushes children Yes. to get all the dreams. Yes. ഇപ്പൊ എനിക്ക് 3 കുട്ടികളുണ്ട്. എന്തെങ്കിലും എന്റെ ഉമ്മ എന്നോട് പറയും, പഠിക്കണം പഠിച്ചിട്ട് നല്ല ജോലി എന്തേലും വാങ്ങാൻ എടുക്കുന്ന പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പഠിച്ചോളുണ്ട്. Yes. Okay. 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 That's all, sir. വെരി ഗുഡ്. വെരി ഗുഡ്. അപ്പൊ അലീമ ചോദ്യം ചോദിക്കട്ടെ. അലീം എത്ര സമയം അമ്മയെ കുറിച്ച് ഞങ്ങൾ കേട്ടു. ആൻഡ് യു ആർ 30s അതും പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്,
അമ്മയുടെ സ്വഭാവ ഗുണങ്ങളുടെ അരികത്തേക്ക് അലീമ എത്തി എന്ന് അലീമക്ക് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇനിയും എത്താറുണ്ടെന്നാണ് തോന്നിയേക്കുന്നത്? അതുവരെ ഉമ്മയുടെ അതുവരെ എത്തിയിട്ടില്ല. ഇനിയും കുറച്ച് ദൂരം പോവാനുണ്ട്. പേഷ്യൻസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അലിമ പറഞ്ഞു ഹെർ മദർ ഈസ് വെരി പേഷ്യന്റ്. അങ്ങോട്ട് ഇങ്ങോട്ട് കുറച്ച് എനിക്കത് ഇത്രയും കൂടി വരാറുണ്ട് അല്ലെ? വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ഏതായാലും നമ്മുടെ കുഞ്ഞിനൊക്കെ ഒരു റോൾ മോഡൽ ഉള്ളത് നല്ലതാണ്. നമുക്ക് ആ റോൾ മോഡലിന് വെളിച്ചമാണല്ലത്. അപ്പൊ അതിനെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. പ്രതിസന്ധികളൊക്കെ വന്ന സമയത്ത് നമുക്കിനെ അതിജീവിക്കാനായിട്ടുള്ള ധൈര്യം അവിടെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നിങ്ങളുടെയൊക്കെ മനസ്സിൽ അങ്ങനെയൊക്കെ ഒരു റോൾ മോഡൽ ഉണ്ട്. നമ്മുടെ അലീസയൊക്കെ പറഞ്ഞില്ലേ, ക്ലീൻ ആയിട്ടല്ലേ പറഞ്ഞത്? യെസ്. അപ്പൊ ഞാനത് ചോദിച്ചുകൊണ്ട് പറയാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ അലീസക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവരെ കുറിച്ച് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പറയാൻ പറ്റിയില്ലോ. യെസ്, അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടാണ്. യെസ്, ഒരു റെസ്പെക്റ്റ് ആണ്. യെസ്. അപ്പൊ അലീസ് എന്ത് ചെയ്യും? ഈ റെക്കോർഡ് ക്ലാസ് എടുത്ത് വെക്കും. വെച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും ചിലപ്പോ യാദൃച്ഛ്യമായിട്ടെങ്കിൽ അതൊന്ന് കാണിച്ച് കേൾപ്പിച്ചു കൊടുക്കാം. യെസ്, ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് വെരി ഗുഡ് ആയി, വെരി ഗുഡ് ആയി. യെസ്. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രിപ്പോസിഷനെ കുറിച്ചാണ്. രണ്ടു മൂന്ന് നമ്മൾ അതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞത് രണ്ടെണ്ണം മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തുള്ളൂ. ഒന്ന് അറ്റ് പറഞ്ഞു, പിന്നെ അതിനോടൊപ്പം തന്നെ ഓൺ പറഞ്ഞു. ഈ രണ്ടെണ്ണം മാത്രമാണ് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ. അപ്പൊ ഇപ്പൊ നമുക്ക് കുറച്ച് സമയമുള്ളതിന്റെ പേരിൽ ഞാൻ അതിൻ്റെ അകത്തുനിന്ന് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങളത് റെഡിയാക്കുക. ഇതിനകത്ത് പ്രിപ്പോസിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാം വരും കേട്ടോ. ഏതൊക്കെയാണ്? ഇൻ, ഔട്ട്, ഇതൊക്കെ എല്ലാം വരും. നിങ്ങൾ കുറച്ച് സമയമുള്ളൊരു പേരിൽ അത് നമുക്ക് ഒന്നിട്ട് എക്സസൈസ് നമുക്ക് ചെയ്യാം. എഴുതിക്കോളൂ. fill in the blanks. Fill in the blanks using using suitable 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 prepositions PREPOSITIONS. Fill in the blanks using suitable prepositions. Okay. Number 1. Yes. ആദ്യത്തെ ചോദ്യം ജോസ്മിക്കാണ്. എല്ലാവരും ഇത്തിരി എഴുതിക്കോ. ജോസ്മി പറയണം. ഇപ്പൊ ഇപ്പം മ്യൂട്ട് ചെയ്തോ? യെസ്. ചോദ്യം ഇതാണ്. വിമല goes 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 dash school 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 every morning dash 9 o'clock. ഒന്നുകൂടി പറയാം. വിമല goes dash school every morning dash 9 o'clock. ഓരോരുത്തരും ഫില്ല് ചെയ്തോളൂ കേട്ടോ. ജോസ്മി പറയാ, എന്നിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാം. Sir, goes on school every morning at 9 o'clock. ഒരെണ്ണം ശരിയായിട്ടുണ്ട്, ഒരെണ്ണം പോയി. യെസ്. രേവതി എന്ത് തോന്നുന്നു? Sir, in school ആണോ sir? 2 ആണ്. വിമല goes to. സ്കൂളിലേക്ക് പോകുന്നു അല്ലെ? അപ്പൊ ക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കി ടു മീ, എനിക്ക്. കേട്ടാ, നമ്മൾ ആദ്യം ഈ സ്ഥലത്ത് കണ്ടു. ക്ക് എന്ന് പറയുമ്പോ എന്താണ്? വിമല സ്കൂളിലേക്ക് പോകുന്നു. അപ്പൊ ക്ക് എന്ന് പറയുമ്പോ എന്താണ്? ടു സ്കൂളാണ്. ഇൻ സ്കൂളിൽ നിന്ന് സ്കൂളിന്റെ അകത്തോട്ട് പോകുന്നതായി പോകും. യെസ്. അപ്പൊ അത് വേണ്ട. ടു സ്കൂൾ എവറി മോർണിംഗ്. പിന്നെ സമയമാണ് പറഞ്ഞേക്കുന്നത് 9 o'clock. സമയത്ത് സൂചിപ്പിക്കുന്ന എല്ലാ സ്ഥലത്തും മറ്റു വരും. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയതാണ്. യെസ്. അപ്പൊ അവിടെ എന്ത് വരും? അറ്റ് 9 o'clock. യെസ്. രണ്ടും പറഞ്ഞോളൂ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, അപ്പൊ ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഇട്ട് പറഞ്ഞതാണ്.
യെസ് വെരി ഗുഡ്. കയ്യിൽ നിന്ന് ഇട്ടത് ഒരെണ്ണം കറക്റ്റ് ആയി, ഒരെണ്ണം പോയി കയ്യിൽ നിന്ന് പോയി. ഓക്കെ ഓക്കെ യെസ് ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് ആ 2 വെച്ചിട്ട് ഒരു മോഡല് സാധാരണ ഉപയോഗിക്കുന്ന സ്ഥലം കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. അത് എഴുതിയെടുത്തിട്ട് റെഡിയാക്കും. ഓക്കെ സർ. ഓക്കെ ഓക്കെ. തരഗിരി, അടുത്ത തരഗിരിക്കാണ് ചാൻസ്. ഗെറ്റ് റെഡി. ചോദ്യം എഴുതിക്കോളൂ. The seedling 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 grew 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 dash a tree 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 dash just 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 3 THREE 3 years YEARS years. ഇത് കറക്റ്റ് ചെയ്യുന്ന, രണ്ട് കറക്റ്റ് ചെയ്യുന്ന ആളുകളെ ഞാൻ എന്ത് ചെയ്യും? സർ ഒന്നും കൂടി വായിക്കോ പ്ലീസ്. ഓക്കെ ഓക്കെ, ഐ വിൽ റിപ്പീറ്റ്. The seedlings grew dash a tree dash in dash just 3 years dash just 3 years. സീഡ്ലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ ചെടി, ചെറിയ ചെടി കേട്ടോ, ചെറിയ ചെടി, പൊക്ക കുഞ്ഞു ചെടിയില്ലേ, അതാണ് സീഡ്ലിങ്സ്. ഓക്കെ സാർ ഞാൻ ഇന്നലെ ക്ലാസ്സിൽ ഇല്ലായിരുന്നു സാർ. അതൊന്നും വേണ്ടത് പണ്ട് കാലത്ത് പഠിച്ചു പറഞ്ഞോ. ഇന്നലത്തിലാണ് ഞങ്ങള് അതൊന്നും കുഴപ്പമില്ല, ഒരു ഊഹം വെച്ച് തട്ടുന്നത്. നമ്മുടെ ഇപ്പൊ പറയട്ടെ സർ. ഒരു മിനിറ്റ് അലിയപ്പ, ഞാൻ വരാം, ഒറ്റ മിനിറ്റ്. താര പറഞ്ഞോളൂ. താരയുടെ കയ്യിൽ വേറെ ആരുടെങ്കിലും പറ സാർ, ക്ലാസ് കാണാത്തത് കോൺഫിഡൻസ് പോയാ. യെസ് ഓക്കെ. അത് അലീമ. The seedling grew as a tree in just 3 years. ഒന്നുകൂടി റെഡിയാവാനുണ്ട്. യെസ് ഓക്കെ, ഞാൻ പറയട്ടെ അലീമ. യെസ്, അപ്പോ ആദ്യത്തെ ഡാഷ് അലീമ ഫില്ല് ചെയ്തത് എങ്ങനെയാണ്? As a tree. ആസ് ആണ്. യെസ്, ആസ് അല്ലാതെ വേറെ വല്ലതും ഫില്ല് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? ഗ്രൂ ഫില്ല് ചെയ്തത് ഓണാണ്. ഓക്കെ, ഞാൻ ഓൺ ചെയ്തു. ഓണാണ്. പിന്നെ ഞാൻ ഓണാണ്. ഓൺ അല്ലാതുള്ള വേറെ എന്തെങ്കിലും ഉണ്ട്? ആസും ഓണും അല്ലാതെ വേറെ എന്തെങ്കിലും? യെസ് ഓക്കെ ഓക്കെ, നമുക്ക് അവിടെ നോക്കട്ടെ. അതായത് ഒരു സ്റ്റേജിൽ നിന്ന് വേറൊരു അവസ്ഥയിലോട്ട് മാറുന്നു അല്ലെ, സ്റ്റേജ് ഡിഫറൻസ് ചെയ്യണം. എന്നുവെച്ചാല് ഒരു സ്റ്റേജ് സീഡ്ലിങ്സ് എന്ന് പറയുമ്പോൾ ചെറുതാണ്, അത് എന്ത് ചെയ്യുന്നു? വലിയ മരമാകുന്നു. അപ്പൊ ഒരു സ്റ്റേജിൽ നിന്ന് വേറൊരു സ്റ്റേജിലോട്ട് അങ്ങനെ മാറുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട വേർഡ് പ്രിപ്പോസിഷൻ ഇൻടു ആണ്. ഇൻടു. യെസ്, ഇൻടു, ഉള്ളിലേക്ക്, അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇൻടു. അപ്പൊ ഇവിടെ കറക്റ്റ് ഇൻടു ആണ് ശരി. ദ സീഡ്ലിങ്സ്, ചെറിയ ചെടി, ഗ്രൂ, വളരുന്നു, ഇൻടു എ ബിഗ് ട്രീ. അപ്പൊ സീഡ്ലിങ്സ് ചെറുതാണ്, ബിഗ് ട്രീ വലുതാണ്, രണ്ട് സ്റ്റേജാണ്. യെസ്, അവിടെ ഇൻടു ആണ് കറക്റ്റ്. പിന്നെ രണ്ടാമത്തെ അരിയുമ്പോ ഫില്ല് ചെയ്ത് എങ്ങനെയാണ്? ഡാഷ് In just 3 years. വെരി ഗുഡ് വെരി ഗുഡ്, അത് കറക്റ്റ് ആണ്. ഇൻ എന്ന് പറയുമ്പോൾ ഉള്ളിൽ, ഇൽ എന്ന് പറയുന്നില്ലേ, ഇൻ ജസ്റ്റ് 3 years, 3 വർഷത്തിനുള്ളിൽ. അപ്പൊ ഒരു ചെറിയ ചെടി 3 വർഷത്തിനുള്ളിൽ വലിയൊരു ചെടിയായിട്ട് മാറും. യെസ്, അപ്പോൾ അത് കറക്റ്റ് ആണ്. മറ്റേത് ഇൻടു ആണ്. അപ്പൊ ഇൻടുവിന്റെ ഓർത്ത് വെച്ചേക്ക സൈഡിലൂടെ ഒരു സ്റ്റേജിൽ നിന്ന് വേറൊരു സ്റ്റേജിലോട്ട് മാറുന്ന അങ്ങനെയുള്ള ഘട്ടം വരുമ്പോൾ ഇൻടു ആയിരിക്കും. നോട്ട് ചെയ്ത് വെച്ചേക്കാം. സാർ ഒരു ഡൗട്ട് യെസ് പറഞ്ഞു. സാർ ഇപ്പൊ എനിക്ക് ക്വസ്റ്റ്യൻ തന്നില്ലേ, വിമല ഗോസ് ടു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ 2ന്റെ കാര്യം പറഞ്ഞില്ലേ, അതെനിക്ക് മനസ്സിലായില്ല അല്ലേ? യെസ്, നമ്മൾ ഇതിവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു മീ എന്ന് പറയുന്ന ഒരു വേർഡ് കൊടുത്തു. മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എന്നുള്ളതാണ്. എന്നെ, ആ മീ എന്നുള്ളതിന് തൊട്ട് മുന്നിൽ ടു മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക്
എന്നോട്. ആ മീ എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ നമ്മൾ ജോസ്മിനെ ചേർക്കുന്നു. ടു ജോസ്മി, ജോസ്മിക്ക് ജോസ്മിയോട്. അപ്പൊ ജോസ്മി നമ്മൾ മാറ്റിയിട്ട് യു എന്ന് ചേർക്കും. ടു യു, നിങ്ങൾക്ക് നിങ്ങളോട്. അതുപോലെ ടു സ്കൂൾ, സ്കൂളിലേക്ക്. അപ്പൊ വിമല സ്കൂളിലേക്ക് പോകുന്നു രാവിലെ 9 മണിക്ക്. യെസ്, ഓക്കെ. ആ സാധനം ഒന്ന് എഴുതിയെടുത്താൽ മതി. ഇപ്പൊ റെഡി. സർ രണ്ടാമത് പറഞ്ഞിട്ടില്ലേ the seedling grew into a, അതിന്റെ പ്രിപ്പോസിഷൻ ഏതൊക്കെയായിരുന്നു? into into a tree at ആണോ? അറ്റല്ല, ജസ്റ്റ് 3 വർഷത്തിനുള്ളിൽ കേട്ടോ. 3 വർഷത്തിനുള്ളിൽ ഇൽ നമ്മൾ ഇൻ മീ, എന്നിൽ ഇൽ വന്നില്ലേ? Injust. Okay, okay. Yes, injust. Okay. അടുത്തത് കിങ്, KING, കിങ്. കിങ് ലെയർ, L capital LEIR. വാസ്, ഇത് മുംതാസിനാണ്. വാസ് മ്യൂട്ട് ചെയ്തോ? എഴുതി കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ട് വന്നാൽ മതി, കുഴപ്പമില്ല. കിങ് ലെയർ വാസ് റിട്ടൺ, WRITTE, റിട്ടൺ dash Shakespeare, 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 who was born, BORN, born dash 1564, 1564, 1564. Okay, I will repeat the question. King Lear was written dash Shakespeare, who was born dash 1564. Okay, എല്ലാവരും ഫില്ല് ചെയ്യുക. അതായിട്ട് മുംതാസ് പറയുമ്പോൾ അതിനോടൊപ്പം. സാർ ഇത് ഞാൻ പറഞ്ഞോട്ടെ? ഓ, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ മുംതാസെ, നേരത്തെ പറയാൻ പറ്റാത്തൊരു വിഷമം താരാഗിരിക്ക് കിടപ്പുണ്ട്. അപ്പൊ ഈ ഒരു മാനസിക വിഷമം ഒന്നും മാറട്ടെ. ഓക്കെ, മുംതാസ് സമ്മതിച്ചു, പറഞ്ഞോളൂ. King Lear was written by Shakespeare, who was born in 1564. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ എന്തായില്ലെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു ചിത്രം, അതൊക്കെ ചെയ്ത ആളെ നമ്മൾ ബൈ എന്നാണ് പറയുക. കിങ് ലെയർ, ദാറ്റ് ഇസ് ദ നെയിം ഓഫ് എ ബുക്ക്. റിട്ടൺ ബൈ, പെയിന്റഡ് ബൈ, അങ്ങനെയൊക്കെ വരുള്ളൂ. പെയിന്റഡ് ബൈ. അപ്പോൾ ആ ബുക്ക് എഴുതിയേക്കുന്ന ആളെ ബൈ എന്നാണ് നമ്മൾ കാണുക. ഇനി ഇത് നമുക്ക് കാണാം. നിങ്ങൾ വല്ല റോഡ് സൈഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ, ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുമ്പോൾ അവിടെ വല്ല പരസ്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പരസ്യത്തിന്റെ ചിത്രം വരച്ചേക്കുന്ന ആളുകളുടെ പേര് അതിന്റെ അടിയിൽ എഴുതുന്നുണ്ട്. ബൈ സിനി ആർട്സ്, ബൈ മിനി ആർട്സ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിനൊക്കെ മുന്നിൽ ബൈയേ വരുള്ളൂ. അപ്പൊ റിട്ടൺ ബൈ ആണ് കറക്റ്റ് ആൻസർ. ഇനി ആ ഷേക്സ്പിയറെ കുറിച്ച് പറയുന്നത് ജനിച്ച വർഷം, ഇന്ന വർഷത്തിൽ. ആ വർഷം പറയുമ്പോൾ എപ്പോഴും അവരുടെ മുന്നിലൊക്കെ വരുള്ളൂ ഇൻ പ്രിപ്പോസിഷൻ. ഇന്ന പ്രിപ്പോസിഷൻ അത് നമ്മൾ നോക്കിയിട്ടില്ല, നമ്മൾ നോക്കാം. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്കത്, നമ്മളിപ്പോൾ 2 പ്രിപ്പോസിഷനല്ലേ നോക്കിയിട്ടുള്ളൂ, ഓണും അറ്റവും നോക്കിയിട്ടുള്ളൂ. ഇതിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പൊ എങ്കിലും നിങ്ങൾക്ക് പഴയത് പഠിച്ചേക്കണം, ഓർമ്മ വെച്ച് എഴുതണമെങ്കിൽ എഴുതട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ എക്സസൈസ് ഇട്ടത്. ഓക്കെ, അപ്പോൾ വർഷത്തിന് മുന്നിൽ എപ്പോഴും ഇൻ 1964, 1945, ആ എപ്പോഴും വർഷത്തിന് മുന്നിൽ എപ്പോഴും ഒരു പീരീഡാണ് കാണിക്കുന്നത്. 1564 എന്ന് പറഞ്ഞാല് 1564 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ഒരു പീരീഡാണ്. എന്ന് വേണമെങ്കിലാവാം. 1564 ജനുവരി ആവാം, ഫെബ്രുവരി ആവാം. പീരീഡാണ് കാണിക്കുന്നത്. പീരീഡ് കാണിക്കുന്ന സ്ഥലത്തൊക്കെ ഇന്ന പ്രിപ്പോസിഷൻ വരും. ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. 4 എക്സസൈസ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനി അതിന്റെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അതുവരെ വണക്കം. ഓക്കെ, രേവതി ജയൻ. താങ്ക് യു.
Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Okay.